ഹലോ ഫ്ലക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് തന്നെ നമ്മുടെ ചെറുപയറാണ് ഇന്നത്തെ താരം. ഇന്ന് ഈ ചെറുപയറും കൊണ്ട് നമ്മളൊരു സുഖിയൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് സുഖിയൻ എന്ന് പറയാം, മോദകം എന്നൊക്കെ പറയുന്നുണ്ട്, പല പല പേരുകളുണ്ട്. നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് ഞാനിത് അധികം കണ്ടിട്ടില്ല. നമ്മൾ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെയാണ് ഇതധികം കണ്ടിട്ടുള്ളത്. ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് നല്ല എനർജറ്റിക് ആണ്. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പഠിക്കുമ്പോൾ മടുപ്പ് തോന്നത്തില്ല അവർക്ക്. ഓക്കെ, അതൊരു ഐഡിയ കൂടിയാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ ആണ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. മിക്ക വീടുകളിലും ഇത് ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും തന്നെ അറിയാവുന്നതുമാണ്. എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. ഇതിനധികം സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടെ കുറച്ച്, അതായത് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6-7 മണിക്കൂർ ഞാനത് ശരിക്കും കുതിർത്ത്, അതായത് തലേദിവസം രാത്രിയിൽ ഇട്ടിട്ട് കിടന്ന് പിറ്റേ ദിവസമാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അപ്പം അത്രയും സമയം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അല്ലാതെ നമുക്ക് പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെയും വേവിച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ കുക്കറിനകത്ത് വേവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ കുക്കറിനകത്ത് വേവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം കൂടി പോകാൻ പാടില്ല. ആവശ്യത്തിനുള്ള, അത് ഒരു വിസിലോ 2 വിസിലോ അടിക്കാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. 2 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുതിർത്ത് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് നല്ലപോലെ വെന്ത് പോകും. അപ്പോൾ ഒറ്റ വിസിൽ മതിയാവും. അപ്പം അത് കുക്കറിനകത്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് മാവാക്കണം. അതുപോലെ തന്നെ അതിനകത്ത് ചേർക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ആക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് ഏലക്കായും കുറച്ച് ജീരകവും ഒരു തുള്ളി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. പഞ്ചസാര അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പൊടിച്ചിടാനാണ്, പൊടിച്ച് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതങ്ങ് ഇട്ടാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് പൊടിയാക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കടലമാവാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് മൈദമാവാണ്. ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. കാരണം കുഞ്ഞാപ്പിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കടലമാവ് അങ്ങ് എടുത്തുവെന്നേ ഉള്ളൂ. മൈദ അങ്ങനെ അധികം ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അപ്പം ഇത് കട്ടയില്ലാതെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം എന്നുള്ളതാണ്. കുറച്ച് വെള്ളവും അതേപോലെ തന്നെ മധുരം വേണ്ടവർക്ക് കുറച്ച് മധുരവും 1 നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് മഞ്ഞ കളർ വേണമെങ്കിൽ മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇതിന് തന്നെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ എക്സ്ട്രാ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് നല്ലപോലെ കട്ടിയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പരിപാടി മീൻസ് നമ്മൾ വേവിക്കാൻ ചെറുപയർ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്നാകും. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി. നമുക്ക് കറക്റ്റ് വെള്ളമൊന്നും ഇല്ലാതെ നല്ലപോലെ വറ്റി കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു പരന്ന പാത്രത്തിലോട്ടിടാം. ഒന്ന് ആറി വരട്ടെ. ആറി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് ചേർക്കാനുണ്ട്. ആ കൂടത്തിലിരുന്നത് ആറുന്ന കൂടത്തിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ അതിനുമായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ഇല്ല, ഒരു മുക്കാൽ മുറിയോളം ഞാൻ ഇവിടെ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ചിരണ്ടി ഇട്ടാൽ മതിയാവും, അടിച്ചൊന്നും ഇടുന്നില്ല. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടികളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ശർക്കരയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ശർക്കര പാനിയാക്കി ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ശർക്കര ചുരണ്ടിയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പം ഈ ചൂടോട് കൂടി ചേർക്കുമ്പോൾ ഈ ശർക്കര എല്ലാം കൂടി ഒന്ന് മെൽറ്റായിട്ട് അതിനോട് കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് യോജിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ ശർക്കര ചേർക്കുന്നത്. അതല്ല എങ്കിൽ ശർക്കര ഒട്ട് മെൽറ്റ് ആവത്തുമില്ല. അതേപോലെ തന്നെ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളം കൂടി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവം കിട്ടത്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. നമ്മൾ ഇതെല്ലാം കൂടി ഉണ്ടയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓരോരോ ചെറിയ ചെറിയ ഉണ്ടകൾ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടയാക്കി എടുക്കാം. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ, എൻ്റെ കൈയുടെ ഒരു വലുപ്പത്തിൽ ഞാനവിടെ ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ വെക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കിയിട്ട് ഉണ്ടകളെല്ലാം കൂടി ആ എണ്ണയ്ക്കകത്തോട്ട് വാരിയിടുക. അതാണ് പരിപാടി. ഇനി നമുക്കതൊന്ന് ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, വേവാനൊന്നുമില്ല, മീൻസ് ആ പുറം തൊലികൾ നല്ലൊരു ബ്രൗണിഷ് കളറിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂറും കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കാരണം തലേദിവസം പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. അതേപോലെ തന്നെ നല്ലൊരു പലഹാരമാണ്. ചായക്കൊക്കെ, വൈകുന്നേരത്തെ ചായക്കൊക്കെ ആണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ രാവിലെ ഈ എണ്ണയൊന്നും കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ രാവിലെ ആണെങ്കിലും ഇത് ചായയുടെ കൂട്ടത്തിൽ കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇവിടെ ആയി വരുന്നുണ്ട്, നമ്മളെ സുഖിയൻ ഇവിടെ ആയിട്ടുണ്ട്, മോദകം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകണ്ട. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഇഷ്ടംപോലെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ ചാനലിനകത്ത് ഒത്തിരി വീഡിയോസ് ഞാൻ അതൊക്കെ ഒന്ന് കയറി കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോദകം അല്ലെങ്കിൽ സുഖ്യൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറും കൂടി ആവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ബെനഫിറ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇത് ബെനിഫിഷ്യലി, അതായത് അവരുടെ പഠിത്തത്തെ ഇത് ഒത്തിരി സഹായിക്കും. ഈ ചെറുപയറെന്ന് പറയുന്നത് മടുക്കാതെ, അതായത് നമ്മുടെ ബ്രെയിന് മടുക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.